Welcome to Jileebi Cuisine and Jiby Jijo. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് എൻ്റെ മോൻ്റെ കിൻഡർഗാർട്ടനിലെ ഫസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ ഈ ഒരു അഡ്മിഷനും അതിൻ്റെ ബാക്കിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് US എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ അഡ്മിഷനും ഇതൊക്കെ നമുക്കൊരു ടെൻഷനും അല്ലെങ്കിൽ അത്ര കാര്യങ്ങളൊക്കെ അറിയാത്ത ഒരവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ഫസ്റ്റ് അഡ്മിഷനെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത് നമ്മൾ താമസിക്കുന്ന ഏരിയ ഏത് ISDയിൽ വരും എന്നുള്ളതാണ്, അതായത് സ്കൂൾ ഡിസ്ട്രിക്റ്റിൽ വരും എന്നുള്ളതാണ്. അതിനായിട്ട് അറിയാനായിട്ട് ഏറ്റവും എളുപ്പമാർഗം നമ്മൾ നമ്മുടെ നെയ്ബേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുക, അല്ലെങ്കിൽ ആ ഏരിയയിലുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കുക. ഇനി അതും അല്ലെങ്കിൽ നിങ്ങളുടെ പിൻകോഡ് ഗൂഗിളിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ISD ഏതാണെന്നുള്ളത് അറിയാൻ പറ്റും. ഇനി അതും അല്ലാതെ കുറേ വെബ്സൈറ്റ്സ് ഉണ്ട്, അവർ ഈ ഇതുപോലത്തെ ഇൻഫർമേഷൻസ് ഒക്കെ അതിൽ നമുക്ക് തരുന്നതായിരിക്കും. പിന്നെ ഇനിയുമുണ്ട്, ഇതിപ്പോൾ നിങ്ങൾ അപ്പാർട്ട്മെൻറ്റിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിരിക്കുന്ന ആ കമ്മ്യൂണിറ്റിക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ എബൌട്ട് സെക്ഷനിൽ അവർ ചിലപ്പം ഇത്ര കാര്യങ്ങൾ മെൻഷൻ ചെയ്യാറുണ്ട്. അതും അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ്സുകാരാണ് ഏറ്റവും നല്ല സോഴ്സാണ് ഇതുപോലത്തെ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ISD അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി അടുത്തത് നമ്മൾ സ്കൂള് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇവിടെ സ്കൂളുകൾ 3 രീതിയിലുണ്ട്, അതായത് എലമെൻ്ററി, മിഡിൽ സ്കൂൾ, ഹൈസ്കൂൾ. എലമെൻ്ററി എന്ന് പറയുന്നത് കിൻഡർഗാർട്ടൻ തൊട്ട് 5th ഗ്രേഡ് വരെയാണ്. ചില സ്കൂളുകളിൽ 6th ഗ്രേഡും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മിഡിൽ സ്കൂൾ എന്ന് പറയുന്നത് 6th തൊട്ട് 8th. പിന്നെ ഹൈസ്കൂൾ എന്ന് പറയുന്നത് 9th തൊട്ട് 12th വരെ. എല്ലാ ഗ്രേഡ്സും ഒരേ സ്ഥലത്ത് കിട്ടുന്നത് അത്ര ഇവിടെ അങ്ങനെ കോമൺ ആയിട്ട് കണ്ടിട്ടില്ല. മോസ്റ്റ്ലി മിഡിൽ സ്കൂൾ, എലമെൻ്ററി, ഹൈസ്കൂൾ എന്ന് പറഞ്ഞ് തിരിച്ചിട്ട് ഒറ്റയ്ക്കായിരിക്കും ഉണ്ടാകുക. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ഏത് സ്കൂളാണോ വേണ്ടുന്നത് ആ സ്കൂളിനെ പറ്റി അറിയുക എന്നുള്ളതാണ്. ആ സ്കൂൾ ചൂസ് ചെയ്തതിന് ശേഷം സ്കൂളുകൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഓരോ സ്കൂളുകൾക്കും അതിൻ്റെതായ റാങ്കിങ്ങും റേറ്റിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഏതാണോ ബെസ്റ്റ് ആ സ്കൂൾ ചൂസ് ചെയ്യുക. സ്കൂൾ ചൂസ് ചെയ്തതിന് ശേഷം അവരുടെ വെബ്സൈറ്റിൽ പോവുക, എന്നിട്ട് എൻറോൾ ചെയ്യുക, കുട്ടിയെ എൻറോൾ ചെയ്യുക. അതിനുശേഷം നമ്മൾ അക്സെപ്റ്റ് ആയോ ഇല്ലയോ എന്നുള്ളൊരു മെയിൽ വരും. സ്കൂളിലെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഇൻ്റർവ്യൂ പോലെ ഉണ്ടാവും, അതായത് കുട്ടിക്ക് ആ ഒരു ക്ലാസ്സിലേക്ക് എന്താ അറിയാം എന്നതിനെ പറ്റിയിട്ട്. ഇപ്പോൾ കിൻഡർഗാർട്ടനിലായിരുന്നു മോന്, അപ്പോൾ അവന് വന്നിരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് കളേഴ്സിൻ്റെ പേര് പറയുക, അവർ കളർ കാണിക്കും, ഏതാണെന്ന് പറയണം, എന്നിട്ട് അതിനെ കൗണ്ട് ചെയ്യുക. പിന്നെ എന്തായിരുന്നു, സൈറ്റ് വേർഡ്സ്, അതായത് ഒരു 4 letter സൈറ്റ് വേർഡ്സ് കാണിച്ചിട്ട് അത് വായിക്കാൻ അറിയുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. ഇതൊക്കെയായിരുന്നു അവർ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ പോകുന്നത് ടീച്ചേഴ്സ് മീറ്റിലോട്ടാണ്. ടീച്ചേഴ്സ് മീറ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിൽ പോകണം, സ്കൂളിൽ ചെന്ന് ടീച്ചറിനെ കാണുക. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു ഫസ്റ്റ് ടൈമർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ടൈം കുട്ടിയെ സ്കൂളിൽ വിടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടീച്ചേഴ്സ് മീറ്റ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കാരണം ആ ഒരു മീറ്റിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ടീച്ചേഴ്സ് എങ്ങനെയാണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ സ്കൂളിലെ മറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നതിനെ പറ്റി നമുക്കൊരു ചെറിയ ഐഡിയ കിട്ടും. പിന്നെ വേറൊന്ന്, ഇനി ഒരു സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മൾ അറിയേണ്ടത് സ്കൂൾ സപ്ലൈസിനെ പറ്റിയാണ്. സ്കൂൾ സപ്ലൈസിനെ പറ്റിയുള്ളൊരു ലിസ്റ്റ് നമുക്ക് ഇവരുടെ മെയിലിംഗ് ലിസ്റ്റിൽ നിന്നും അല്ലെങ്കിൽ അവർ തന്നെ നമുക്ക് അയച്ചു തരും. ആ ഒരു ലിസ്റ്റ് നോക്കി നമ്മൾ സാധനങ്ങൾ വാങ്ങിയിട്ട് ടീച്ചേഴ്സ് മീറ്റിന് പോകുമ്പോഴോ അല്ലെങ്കിൽ കുട്ടിയുടെ ഫസ്റ്റ് ഡേയിൽ, സ്കൂളിൻ്റെ ഫസ്റ്റ് ഡേക്ക് കൊണ്ടു കൊടുത്താലും മതി. അപ്പോൾ സ്കൂൾ സപ്ലൈസ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ ഉള്ളത് ആ സ്കൂളിൻ്റെ PTA ത്രൂ നമുക്ക് സ്കൂൾ സപ്ലൈസ് വാങ്ങാൻ പറ്റും. അതും അല്ലെങ്കിൽ നമുക്ക് ഗ്രോസറി ഷോപ്സ്, അതായത് കോമൺ ആയിട്ടുള്ള ലോക്കൽ സ്റ്റോഴ്സ്, വാൾമാർട്ട്, ടാർഗറ്റ്, ടോംതം, അങ്ങനെയുള്ള ഒട്ടുമിക്ക എല്ലാ സ്റ്റോഴ്സിലും വന്നിട്ട് ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞൊരു സെക്ഷൻ സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ടുണ്ടാവും. അപ്പോൾ ആ സെക്ഷനിൽ മോസ്റ്റ്ലി ഈ ലിസ്റ്റിൽ വരുന്ന, ആ സ്കൂൾ ഡിസ്ട്രിക്റ്റിൽ ലിസ്റ്റിൽ വരുന്ന സാധനങ്ങൾ അവിടെ ഉണ്ടാവും.
ഈ 3 സ്റ്റോഴ്സ് കൂടാതെ മൈക്കിൾസ്, പിന്നെ സ്റ്റേപ്പിൾസ്, ഓഫീസ് ഡിപ്പോ ഇവരെല്ലാം തന്നെ ഇതുപോലത്തെ സ്കൂൾ സപ്ലൈസ് കൊടുക്കുന്നുണ്ടാവും. ഈ സ്കൂൾ സപ്ലൈസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ സ്കൂളൊക്കെ തുറക്കുന്നതിന് മുമ്പായിട്ട് ഒരു ടാക്സ് ഫ്രീ വീക്കെൻഡ് ഉണ്ടാവും. ഈ സ്കൂൾ റിലേറ്റഡ് സപ്ലൈസിന്, പിന്നെ ഡ്രസ്സസിന്, ഷൂസ്, അങ്ങനെ ഒരു ബാക്ക് ടു സ്കൂളിൽ പോകുമ്പോൾ എന്തൊക്കെ വേണോ അത്രയും സപ്ലൈസിന് അതിനൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാവും. അതൊക്കെ ഓൺലൈൻ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. പിന്നെ നമ്മുടെ സ്കൂളിൽ പിന്നെ ഫസ്റ്റ് ഡേ ആണ്. നമ്മൾ സ്കൂളിൽ കൊണ്ടാക്കുമ്പോൾ തന്നെ ആ എൻട്രൻസിൽ തന്നെ ടീച്ചേഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഡേയിൽ പേരൻസിനും കുട്ടിയുടെ കൂടെ ക്ലാസ്സിലേക്ക് പോകാൻ പറ്റും. അല്ലാത്ത എല്ലാ ദിവസവും ഈ ടീച്ചേഴ്സ് തന്നെ ഗൈഡ് ചെയ്ത് അവരെ കൊണ്ടുപോകും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഈ ഒരു ഫസ്റ്റ് ഡേ വരെയുള്ള സ്കൂളിലെ എക്സ്പീരിയൻസ്. ഈ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി കാണും എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.